ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷെവറോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡിൽ 2 ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് എടുത്തിരിക്കുന്നത് 6 ലെയറിലാണ്. ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ നമ്മൾ 3 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 6 ലെയറിലാണ് ത്രെഡ് വേണ്ടത്. ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ താഴത്തെ ലൈനിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരിക. ത്രെഡ് ഇതുപോലെ മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അടുത്ത സ്റ്റിച്ച് നമുക്ക് വരേണ്ടത് മുകളിലത്തെ ലൈനിലാണ്. അപ്പം നേരെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുത്തിയതിന് ശേഷം ഇടത്തോട്ട് നീഡിൽ കൊണ്ടുവരിക. ഇതുപോലെയൊന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ത്രെഡ് പതുക്കെ വലിച്ചു കൊടുക്കാം. മുകളിലത്തെ ലൈനിൽ ഒരു ബാക്ക് സ്റ്റിച്ചൊക്കെ പോലത്തെ സ്റ്റിച്ചാണ് വരേണ്ടത്. ഇനി ഇതുപോലെ ഈ ഒരു സൈഡിൽ കുത്തിയതിന് ശേഷം സെൻട്രൽ ലൈനിലേക്ക് നീഡിൽ ഉയർത്തി കൊടുക്കുക. അതിനുശേഷം പതുക്കെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുകളിലത്തെ ലൈനിലെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴത്തെ ലൈനിലാണ്. ഇതുപോലെ സെൻട്രൽ ലൈനിൽ കുത്തിയതിന് ശേഷം നീഡിൽ ഇടത്തോട്ട് കൊണ്ടുവന്നിട്ട് പതുക്കെ വലിച്ചു കൊടുക്കാം. മുകളിൽ ചെയ്ത സെയിം സ്റ്റിച്ച് തന്നെയാണ് താഴെയും ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ വലിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നീഡിൽ താഴ്ത്തി കൊടുത്തതിന് ശേഷം സെൻട്രൽ ലൈനിലേക്ക് ഉയർത്തി കൊടുക്കാം. അപ്പം നമുക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള സെയിം സ്റ്റിച്ച് തന്നെ താഴെയും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുകളിലത്തെ ലൈനിലാണ് നേരത്തെ ചെയ്ത അതേ സ്റ്റിച്ച് ചെയ്യേണ്ടത്. മുകളിലത്തെ സെൻട്രൽ ലൈനിൽ കുത്തിയതിന് ശേഷം നീഡിൽ ഇടത് വശത്തേക്ക് കൊണ്ടുവരിക. പതുക്കെ വലിച്ചു കൊടുക്കാം. ആദ്യത്തെ 1-2 സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനുശേഷം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നീഡിൽ താഴ്ത്തി കൊടുത്തതിന് ശേഷം സെൻട്രൽ ഭാഗത്ത് നീഡിൽ ഉയർത്തിയിട്ട് പതുക്കെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ച് മുകളിലത്തെ ലൈനിൽ കിട്ടും. ഇനി താഴത്തെ ലൈനിലേക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ ലൈനിലും മുകളിൽ ചെയ്ത് സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഈ ഷെവറോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ലീവും നെക്കും ഒക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ 2-3 സ്റ്റിച്ചുകൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. അതിനുശേഷം പിന്നെ മാർക്ക് ചെയ്യാതെ ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ മാർക്ക് ചെയ്ത ലൈൻസ് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഹാൻഡ് എംബ്രോയ്ഡറി ബേസിക്കായിട്ട് വരുന്ന ഒത്തിരി സ്റ്റിച്ചുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.
ഇതാണ് ഷെവ്രോൺ സ്റ്റിച്ചിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.